ഹലോ ഫ്രണ്ട്സ്, ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഗണേഷ് ആൻഡ് വെൽക്കം ടു ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ്. ഇന്ന് ഞാൻ നിങ്ങളെയും കൊണ്ട് കടന്നു ചെല്ലുന്ന ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. ഡോക്ടർക്ക് എന്താണ് വർക്ക്ഷോപ്പ് കാര്യമൊന്നല്ലേ, ഇതൊരു ബോഡി വർക്ക്ഷോപ്പാണ്. അല്പം കൂടി വ്യക്തമാക്കിയാൽ നമ്മുടെ നട്ടെല്ലിന്റെ ആരോഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം കുറവൻകോണം സംയോഗ യോഗ സെന്ററിൽ വെച്ചാണ് ഞങ്ങൾ ഇത്തരമൊരു വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇരുന്നും വളഞ്ഞും പൊളഞ്ഞും തോന്നിയ രീതിയിൽ ആഹാരം കഴിച്ചും ശരിയായ വ്യായാമം ചെയ്യാതെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നട്ടെല്ലിനെ യോഗയും ആയുർവേദ ശാസ്ത്രം ഉപയോഗിച്ച് ശരിയായ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനും അതുവഴി അവരുടെ വേദനകൾക്ക്, പ്രത്യേകിച്ച് നടുവേദനയ്ക്ക് ആശ്വാസം നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. വിദഗ്ധരായ ഞങ്ങളുടെ അധ്യാപകർ ചുക്കാൻ പിടിച്ച ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് ആയുർവേദ ഡോക്ടറും യോഗ ട്രെയിനറും കൂടിയായ ഡോക്ടർ റിതേഷിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഇനിയും വലിച്ചു നീട്ടാതെ നമുക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാം. ഹായ്, ദിസ് ഈസ് ഡോക്ടർ ഗണേഷ് ആൻഡ് ദിസ് ഈസ് മൈ ഇൻഫോർടൈൻമെന്റ്. നമ്മുടെ വർക്ക്ഷോപ്പ് പ്രധാനമായും ന്യൂട്രൽ സ്പൈൻ എന്ന പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കിയാണ് സംഘടിപ്പിച്ചത്. ന്യൂട്രൽ സ്പൈൻ എന്താണെന്നല്ലേ, അത് വഴിയെ പറയാം. ഈ ന്യൂട്രൽ സ്പൈൻ സ്വന്തമായി കണ്ടെത്താൻ ഒരാളെ പഠിപ്പിക്കുന്നതിലൂടെ അയാൾക്ക് നട്ടെല്ലിന്റെ ആയാസം വളരെ കുറഞ്ഞ രീതിയിൽ സേഫ് ആയിട്ട് വ്യായാമങ്ങൾ ചെയ്യാനും നിത്യജീവിതത്തിലുള്ള മറ്റ് നട്ടെല്ല് ഉപയോഗിച്ചിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യാനും കഴിയും. അതായത് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കഴിയും. നിങ്ങൾ ജിമ്മിലോ യോഗ സെന്ററിലോ പിലേറ്റ്സ് ക്ലാസ്സിലോ ഒക്കെ പിലേറ്റ്സ് ക്ലാസ്സിലോ ഒക്കെ എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസുകൾ ഒരു ന്യൂട്രൽ സ്പൈൻ അഥവാ നടുനിവർത്തി ചെയ്യുക എന്ന് പലപ്പോഴും പലരും നിർദ്ദേശം നൽകും. എന്നാൽ ഈ ന്യൂട്രൽ സ്പൈൻ അഥവാ നടുനിവർത്തി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അത് എങ്ങനെ കണ്ടെത്താമെന്നും പലപ്പോഴും പലരും വ്യക്തമാക്കാറില്ല. ന്യൂട്രൽ സ്പൈനെ കുറിച്ച് അറിയാൻ ആദ്യം നട്ടെല്ലിന്റെ സ്വാഭാവികമായിട്ടുള്ള അനാട്ടമിയെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായ മനുഷ്യരെ നീണ്ടു നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം നട്ടെല്ല് പക്ഷെ നിവർന്ന് വടി പോലിരിക്കുന്ന ഒരു വസ്തുവല്ല. പ്രധാനമായിട്ട് 3 വളവുകളുള്ള ഒരു സ്ട്രക്ചറാണ് നട്ടെല്ല്. cervical കഴുത്തിന്റെ ഭാഗം, thoracic മധ്യഭാഗം, lumbar താഴ്ഭാഗം, ഈ ഭാഗങ്ങളിലായിട്ടാണ് ഈ വളവുകൾ നിലനിൽക്കുന്നത്. ഈ വളവുകൾ കൃത്യമായ അളവുകളിൽ വരുമ്പോഴാണ് ന്യൂട്രൽ സ്പൈൻ പോസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ന്യൂട്രൽ സ്പൈൻ അല്ലാത്ത പോസ്റ്ററുകളിൽ നിലനിന്ന് ജോലി ചെയ്താൽ, കുറെ നേരം ഇരിപ്പ് തുടർന്നാൽ, എക്സർസൈസ് എന്നിവ തുടർച്ചയായി ചെയ്താൽ നട്ടെല്ലിന്റെയും അതിനു ചുറ്റുമുള്ള പേശികളുടെയും അസന്തുലിതാവസ്ഥ കാരണം പരിക്കുകൾ ഉണ്ടാവാറാണ് പതിവ്. ഇപ്രകാരം തെറ്റായ ജീവിതശൈലിയും പാരമ്പര്യ ഘടകങ്ങളും നട്ടെല്ലിലെ വളവുകളെ പലപ്പോഴും നിവർത്തിയെടുക്കുകയും കൂടുതൽ വളയ്ക്കുകയും മറുവശത്തേക്ക് വളയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. കാലക്രമേണ ഈ ഘടകങ്ങൾ പോസ്റ്ററിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ കൂനും പിൻഭാഗം അഥവാ ബട്ടക്സിന്റെ ഭാഗം ഒരുപാട് തള്ളി പുറത്തേക്ക് നിൽക്കുന്നതും അങ്ങനെ ഒരുപാട് വളവുകളും തിരിവുകളും വേണ്ടാത്ത രീതിയിൽ ശരീരത്തിൽ ഉണ്ടായി വരുന്നു. ഇപ്രകാരം ശരീരം പിൻഭാഗം അഥവാ ബട്ടക്സിന്റെ ഭാഗത്ത് നിന്ന് മുൻഭാഗത്തേക്ക് കൂടുതൽ വളഞ്ഞിരിക്കുന്ന അവസ്ഥയെ പെൽവിക് ചരിവ് അഥവാ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ബട്ടക്സ് പുറകിലേക്ക് ഒരുപാട് തള്ളി നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നടുവിലെ വളവും കൂടുതലായിരിക്കും. ഈ പറഞ്ഞ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ഇന്ന് വളരെയധികം സാധാരണമാണെങ്കിലും പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ്, ലാറ്ററൽ പെൽവിക് ടിൽറ്റ് ഇന്ന് വളരെയധികം രോഗികളിൽ കണ്ടുവരാറുണ്ട്. ഒരു ന്യൂട്രൽ സ്പൈൻ വിന്യാസം കണ്ടെത്തുന്നതിലൂടെ ഈ പോസ്റ്ററലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് വ്യായാമവും യോഗയും മറ്റും ശരിയായി ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യത്തിന് ഇതെല്ലാം ഗുണം ചെയ്യുകയും ചെയ്യും. ഈ ന്യൂട്രൽ സ്പൈനിൽ കൂടി ലഭിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വളവുകൾ നട്ടെല്ലിനെ സംരക്ഷിക്കുകയും ശരിയായ ശ്വാസോച്ഛ്വാസം അനുവദിക്കുകയും ശരീരത്തിന്റെ പേശികളെ റിലാക്സ്ഡ് ആക്കി നിർത്തുകയും ചെയ്യും. പക്ഷേ ഈ ന്യൂട്രൽ സ്പൈനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള അളവുകൾ ഇല്ലെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതും പ്രധാനമാണ്. ആകാരവും നമ്മുടെ പൊക്കവും മാറുന്നത് പോലെ നട്ടെല്ലിലെ വളവുകളും ആംഗിളുകളും ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ന്യൂട്രൽ സ്പൈൻ കണ്ടെത്തി അതിനനുസരിച്ച് വ്യായാമവും യോഗയും ചെയ്യാൻ എക്സ്പെർട്ടുകൾ നയിക്കുന്ന ഇത്തരം വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യേണ്ടതും ഇതുകൊണ്ട് തന്നെയാണ്. ഇത്തരം വർക്ക്ഷോപ്പുകൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. സോ ഈ വർക്ക്ഷോപ്പിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ റിതേഷിന്റെ നമ്പർ കൂടി ഞാൻ ഇവിടെ താഴെ തന്നെ കൊടുത്തേക്കാം. അടുത്ത വർക്ക്ഷോപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്മുടെ ശരീരത്തിൽ ധാരാളം സന്ധികളുണ്ട്. ഈ സന്ധികൾ കാരണമാണ് മനുഷ്യ ശരീരത്തിന് പലതരത്തിലുള്ള ചലനങ്ങൾ സാധ്യമാകുന്നത്. ഇത്തരം സന്ധികൾ നമ്മുടെ നട്ടെല്ലിലും കാണപ്പെടുന്നു. നട്ടെല്ലിൽ ധാരാളം വെർട്ടിബ്രകൾ, കശേരുക്കൾ അടുക്കി വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം ഓരോ വെർട്ടിബ്രയും ചെറിയ അളവിൽ ചലിക്കാൻ കെൽപ്പുള്ളതാണ്. ഈ ചലനമാണ് നമ്മളെ കുനിയാനും ഉരുണ്ടു മറിയാനും വളഞ്ഞ് തിരിഞ്ഞു നോക്കാനും അതുപോലെ ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ചരിയാനും തിരിയാനും എല്ലാം നമ്മളെ പ്രാപ്തമാക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ നട്ടെല്ലിലെ ഓരോ സന്ധികളെയും ചെറുതായി മൊബൈലാക്കുന്നത് അഥവാ ചെറുതായി ചലനങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ദിനം പ്രതിയുള്ള ജോലികൾ ചെയ്യാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നട്ടെല്ലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ സഹായകരമാകും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നട്ടെല്ലിന് ചെറിയ വളവും ചരിവും ഒക്കെ ഉള്ള നമ്മുടെ പല സെലിബ്രിറ്റീസും കൃത്യമായ വ്യായാമവും വിശ്രമവും ഒക്കെ ചെയ്ത് അവരുടെ മെയ്വഴക്കം കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ നട്ടെല്ലുമായി ബന്ധിച്ച് നിൽക്കുന്ന
വലുതും ഭാരമേറിയതുമായിട്ടുള്ള ശരീരഭാഗങ്ങളാണ് നട്ടെല്ലിന്റെ വളവുകളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ തല, വാരിയല്, ഇടുപ്പ് എന്നിവയുടെ ഭാരം നിങ്ങളുടെ നട്ടെല്ലിലെ കശേരുക്കളുടെ നിലനിൽപ്പിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ സ്പൈൻ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കുന്നതിന് ഈ ഭാരമേറിയ പൊസിഷനുകൾ, നമ്മുടെ തലയുടെ പൊസിഷൻ, നമ്മുടെ വാരിയലിന്റെ പൊസിഷൻ, നമ്മുടെ ഇടുപ്പിന്റെ പൊസിഷൻ, ഇവയൊക്കെ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കാനും സ്ട്രെച്ചുകൾ നൽകാനും നമ്മൾ പഠിക്കേണ്ടതായുണ്ട്. ഇത് നിങ്ങളുടെ കശേരുക്കളെ ആവശ്യമുള്ളിടത്തേക്ക് നിലനിർത്തുന്നു. അപ്രകാരം ഡിസ്കുകൾക്കിടയിൽ സ്വാഭാവികമായി നിലനിൽക്കേണ്ട ഗ്യാപ്പ് കാലാകാലം നിലനിർത്താനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്കുകൾക്കിടയിൽ അനാവശ്യമായ ഘർഷണം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. ഇതിനർത്ഥം ശരിയായ പഠനവും വ്യായാമവും യോഗയും ഒരു കൃത്യമായ പോസ്ചർ നിലനിർത്തുന്നതിന് മാത്രമല്ല ഉപയോഗപ്പെടുത്തുന്നത്. ഇത് വളരെ കാലം നീണ്ടു നിന്നേക്കാവുന്ന വേദനകൾ തടയാനും നമ്മളെ സഹായിക്കും. നമുക്കിടയിൽ ജീവിതകാലം മുഴുവൻ കഴുത്തുവേദന, നടുവേദന എന്നിവയുമായി വേദന സംഹാരികൾ കഴിച്ച് കാലം കഴിക്കേണ്ടി വരുന്നവർ ധാരാളമാണ്. പലപ്പോഴും ശരീരത്തിന്റെ തെറ്റായ ക്രമീകരണങ്ങൾ തന്നെയാണ് നമ്മുടെ ചലിക്കാനുള്ള ശേഷിയെ ബാധിച്ച് ഗുരുതരമായ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി ജീവിതത്തിന്റെ നിലവാരത്തെ തന്നെ ബാധിക്കുന്നത്. നട്ടെല്ല് ശരിയായ ന്യൂട്രൽ സ്പൈനിൽ തന്നെ നിലനിൽക്കുമ്പോൾ ശരീരം നമ്മുടെ തലയിൽ നിന്ന് തോളിലേക്കും പുറകിലേക്കും, അതുപോലെ നമ്മുടെ ഇടുപ്പ്, കാൽമുട്ടുകൾ, പാദങ്ങൾ ഇവയെല്ലാം താരതമ്യേന ഒരു നേർരേഖയിലാണ് നിലനിൽക്കുന്നത്. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ശരീരം താരതമ്യേന നേർരേഖയിൽ തന്നെ ആയിരിക്കും. അകത്ത് അസംഖ്യം വളവുകളും തിരിവുകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും നട്ടെല്ല് തെറ്റായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും അപ്പുറം കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അവയിൽ തന്നെ സന്ധികളിൽ നീര്, ശരീരം കൂടി പോകുന്ന അവസ്ഥ, ചലനശേഷി കുറഞ്ഞു വരുന്ന അവസ്ഥ, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, ശ്വസന പ്രശ്നങ്ങൾ, സയാറ്റിക്ക, ഇവയെല്ലാം നട്ടെല്ലിന്റെ അലൈൻമെന്റിലെ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. സോ ജീവിതത്തിന്റെ നല്ല സമയത്ത് ഇതുപോലൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് കൃത്യമായ വ്യായാമ മുറകൾ പഠിച്ചെടുത്ത് അവ തുടർന്നു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ശിഷ്ടകാല ജീവിതത്തെ വിശിഷ്ടമാക്കുന്ന കാര്യമാണ്. ഇനി വർക്ക്ഷോപ്പിനെ കുറിച്ച് അല്പം കൂടി ഡീറ്റെയിൽഡ് ആയി പറയാം. നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോൾ കഴിവതും ശരീരത്തോട് ചേർന്ന് നടക്കുന്ന വസ്ത്രങ്ങളാണ്. ഇത്തരം സ്പൈനൽ അലൈൻമെന്റ് എല്ലാം ഒരു ട്രെയിനർക്ക്, ഒരു ഡോക്ടറിന് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ നല്ലത്. ഇതിനു മുമ്പേ നിങ്ങൾ സ്വയം ഒരു വലിയ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിങ്ങളുടെ തല, വാരിയല്, ഇടുപ്പ് എന്നിവയുടെ സ്ഥാനം ഒന്ന് നോക്കി വിലയിരുത്തുക. ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടുപ്പെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിക്കുക. ഇടുപ്പ് നിങ്ങളുടെ കാൽമുട്ടിനും കണങ്കാലിനും മുകളിൽ ഒറ്റ വരയിൽ, ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഒറ്റ വരയിലായിരിക്കണം ക്രമീകരിക്കപ്പെട്ടിരിക്കേണ്ടത്. ഇടുപ്പല്ലിന് മുന്നോട്ടും പിന്നോട്ടും ചലിക്കാൻ കഴിയും. പക്ഷേ ഈ ഇടുപ്പല്ല് നിഷ്പക്ഷമായിരിക്കുമ്പോൾ, അഥവാ മുന്നോട്ടോ പിന്നോട്ടോ വശങ്ങളിലേക്കോ ഒരുപാട് തള്ളി നിൽക്കാതെ ഒരു ന്യൂട്രൽ നില തുടരുമ്പോൾ മാത്രമേ നട്ടെല്ല് ശരിയായ രീതിയിൽ നിലനിൽക്കൂ. ഈ സ്ഥാനം കണ്ടെത്തുന്നതിന് ആദ്യം ഇടുപ്പല്ലിന്റെ മുകൾ ഭാഗത്തുള്ള ബോണി പ്രൊജക്ഷൻസ് കണ്ടെത്തേണ്ടതായുണ്ട്. ഇവ ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ പെൽവിസിന്റെ താഴെയുള്ള മുകൾ ഭാഗം പ്യൂബിക് സിംബൈസിസ് എന്നും അറിയപ്പെടുന്നു. ഇവ രണ്ടും സർഫസ് അനാട്ടമിയുടെ രണ്ട് പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളാണ്. അഥവാ പുറത്തു നിന്ന് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള സ്കെലിറ്റന്റെ സ്ഥാനത്തെ ഒന്ന് അസസ് ചെയ്തെടുക്കാൻ ഇവ സഹായിക്കുന്നു. നിങ്ങളുടെ സൈഡ് വ്യൂ നോക്കുമ്പോൾ, കണ്ണാടിയിൽ പോയി സൈഡ് ഒന്ന് നോക്കുമ്പോൾ, ഈ പ്യൂബിക് സിംബൈസിസും ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും ഒരു ലൈനിൽ വരുന്ന തരത്തിലാണ് പുറത്തു നിന്ന് അറേഞ്ച് ചെയ്യപ്പെടേണ്ടത്. ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയെടുക്കാൻ പാടാണ്, അസാധ്യം തന്നെയാണ്. അതിനാലാണ് ഇത്തരം വർക്ക്ഷോപ്പുകളുടെയും വിദഗ്ധ ട്രെയിനർമാരുടെയും ആവശ്യം ആദ്യഘട്ടങ്ങളിലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. സോ ഇടുപ്പല്ലിന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും പ്യൂബിക് സിംബൈസിസും ഒരു ലൈനിൽ വരേണ്ട രീതിയിലാണ് അറേഞ്ച് ചെയ്യപ്പെടേണ്ടത്. ഇടുപ്പല്ല് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വാരിയല്ല്, കുറച്ചും കൂടെ മുകളിലേക്കുള്ള വാരിയല്ലിലേക്ക് കടന്നു വരാം. നട്ടെല്ലിന്റെ ആകൃതി തീരുമാനിക്കുന്നതിൽ വാരിയല്ലിനും വളരെ വലിയൊരു റോളുണ്ട്. നിങ്ങളുടെ വാരിയല്ലിന്, റിബ് കേജിന് ഒരു സിലിണ്ടർ ആകൃതിയാണ്. പലപ്പോഴും നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് മടങ്ങി ഈ വാരിയല്ലിന്റെ സിലിണ്ടർ ഭാഗത്തിന്റെ അടിഭാഗം മുന്നോട്ട് നീങ്ങുന്നു. ഇപ്രകാരം നട്ടെല്ലിൽ ഒരു ചെറിയ വളവുണ്ടാകുന്നു. പക്ഷെ പലരിലും അവർ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവവും കൃത്യമായ വ്യായാമം ഇല്ലാത്തതും കാരണം ഈ വാരിയല് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സിലിണ്ടറിന്റെ അടിഭാഗം കുറച്ച് അധികം മുന്നോട്ട് നീങ്ങുന്നു. ഇത് നമ്മുടെ നട്ടെല്ലിന് പുറകിലുള്ള വളവ് അമിതമാക്കി മാറ്റും. ഇപ്രകാരം വളവ് അമിതമായി മാറുന്നത് ഈ പ്രദേശത്തെ വെർട്ടിബ്രൽ ബോഡികൾക്കും ഡിസ്കുകൾക്കും ആരോഗ്യകരമല്ല. സോ ഇത്തരം വർക്ക്ഷോപ്പുകളിൽ നിങ്ങളുടെ വാരിയല്ലുകളുടെ അലൈൻമെന്റും കൃത്യമാക്കി എടുക്കുന്നതിന് ആവശ്യമായ വ്യായാമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ തലയെക്കുറിച്ചാണ്. ഹൈടെക് ജീവിതവും വൈറ്റ് കോളർ ജോലിയും നമ്മുടെ തലയെ കുഴപ്പത്തിലാക്കും. അതുവഴി നമ്മുടെ നട്ടെല്ലിനെയും കുഴപ്പത്തിലാക്കും. ദിവസത്തിൽ കൂടുതൽ സമയം ഒരു ഉപകരണത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും താടി നെഞ്ചിലേക്ക് താഴ്ത്തുകയും ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് തല മുന്നോട്ട് താഴ്ത്തുകയും ചെയ്യുന്നു. ഈ ചലനങ്ങൾ കഴുത്തിലെയും നടുവിന്റെ മുകൾ ഭാഗത്തെ വെർട്ടിബ്രകളെയും വളച്ച് കഴുത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വളവ് നഷ്ടപ്പെടുത്തിയെടുത്ത് നിവർന്നു വരുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെർവൈക്കൽ വെർട്ടിബ്രകളിലേക്കും നടുവിന് മുകൾ ഭാഗം അമിതമായി കൂനിപ്പോകുന്നതിലേക്കും നയിക്കുന്നു. ഇതൊരു ന്യൂട്രൽ സ്പൈനിന്റെ വളവുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇത് ഒഴിവാക്കാൻ നട്ടെല്ലിന്റെ മുകളിലുള്ള വെർട്ടിബ്രകളുടെയും കഴുത്തിലെയും വളവുകൾ ശരിയായി സജ്ജമാക്കാൻ നിങ്ങളുടെ തല പിന്നിലേക്ക് സ്ലൈഡ് ചെയ്ത് താടി
താടി ഉയർത്താതെ നിങ്ങളുടെ ചെവികൾ നിങ്ങളുടെ തോളിലേക്ക് കൊണ്ടുവരിക. തലയുടെ മുകൾ ഭാഗം പതിയെ സീലിംഗിലേക്ക് നോക്കുക. ഇപ്രകാരം ചെയ്യുമ്പോൾ വാരിയെല്ല് ന്യൂട്രലായി തന്നെ നിലനിൽക്കണം. ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സർസൈസ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ചിൻ ടക്കി. ചിന്നിങ്ങനെ ടക്ക് ചെയ്ത് പിടിക്കുക, നേരെയാക്കുക. ചിന്നിങ്ങനെ ടക്ക് ചെയ്ത് പിടിക്കുക, നേരെയാക്കുക. പറ്റിയാൽ ഒരു ടവൽ കൂടി എടുത്ത് ട്രാക്ഷൻ കൂടി കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ വ്യായാമം നിങ്ങൾക്ക് കേട്ടപ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിക്കാണും. കാരണം സർഫസ് അനാട്ടമിയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ക്രമീകരണങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുള്ളവർക്കും വേണ്ടി ഞാൻ ഡോക്ടർ ഋതേഷിന്റെ നമ്പർ ഒരിക്കൽ കൂടി താഴെ കൊടുക്കുകയാണ്. വിളിക്കാൻ മറക്കണ്ട. ഇത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു റിലീഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ബാക്ക് ബോൺ സ്ട്രെച്ച് ചെയ്തില്ലേ, അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയൊരു പെയിൻ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്കും റിലാക്സ്, നമ്മുടെ ബാക്ക് സ്പൈൻ മൊത്തമായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ സംയോഗ ഈ സെൻറ്ററിൻ്റെ ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ യോഗ വർക്ക്ഷോപ്പ് इंडिविजुअली कम्युनिटी के नल्ले यूजफुल आएगी मैंने प्रदर्शन में। इसके पहले कभी मैं योगा नहीं किया था, योगा क्लास फर्स्ट टाइम अटेम्प्ट किया हूँ, तो सम रिलैक्स फील अभी हो रहा है। नेक्स्ट टाइम अभी और करूँगा उसके बाद एक्सपीरियंस നല്ല റിലാക്സ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഒന്നും കൂടെ ഈ സ്പൈൻ താഴെ ഒന്ന് നല്ല ഇതായിട്ട് വന്നു, നല്ല ഫ്ലാറ്റ് ആയിട്ട് അവിടെ ടച്ച് ചെയ്ത് നല്ല ഇതായിട്ട് ഫീൽ വന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും